വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നക്ഷത്ര ജ്യോതിഷപരമായി പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. നക്ഷത്രങ്ങളുടെ ഓരോ കൂറനുസരിച്ചും അവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അവരുടെ ജന്മരാശിയിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ തീർക്കുക. അതുപോലെ എല്ലാ നക്ഷത്രങ്ങൾക്കും ദോഷഫലങ്ങൾ ഉണ്ടായിരിക്കും. ദോഷഫലങ്ങൾ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സമൃദ്ധമായ ഒരു കാലം ഉണ്ടാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവായ ഫലങ്ങളാണ് പറയുന്നത് ഓരോ നക്ഷത്രത്തെയും കുറിച്ച്. ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ ജന്മസമയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ, ജാതകവശാൽ ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറ്റിയെടുത്തേ പറ്റൂ. അതുകൊണ്ട് പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് പറയുന്നത് അനിഴം നക്ഷത്രത്തിന്റെ കാര്യമാണ്. ഈ 2025 പുതുവർഷത്തിൽ അനിഴത്തിന്റെ വ്യാഴവും ശനിയും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ മെയ് മാസം അവസാനത്തോടെ എത്തുമ്പോൾ അനിഴം നക്ഷത്രക്കാർക്ക് കുറെ നല്ല ഫലങ്ങളും അതുപോലെ തന്നെ കുറച്ച് മോശം ഫലങ്ങളും ഒക്കെ ഉണ്ടാകും. അത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ്. അതിന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ രാശിപ്രകാരം നോക്കി തീർത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. ധാരാളം ഗുണഫലങ്ങളുള്ള സമയമാണ് ഇനി. ജൂൺ മുതൽ ബന്ധുജനഗുണം വർദ്ധിക്കും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ പിണക്കം മാറി തിരികെ എത്തും. വിവാഹമോചനം വരെ എത്തിയ തർക്കങ്ങളൊക്കെ രമ്യമായി പരിഹരിച്ച് ദമ്പതികൾ ഒന്നുചേരുന്ന സമയം കൂടിയാണ്. പ്രണയികൾക്ക് വിവാഹ സാഫല്യം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠന മികവുണ്ടാകും. തൊഴിൽ രഹിതർക്ക് അർഹതയ്ക്കൊത്ത അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കൂട്ടുകച്ചവടത്തിലൂടെ ലാഭവിഹിതം വർദ്ധിപ്പിക്കാൻ പറ്റിയൊരു സമയമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇതുവരെ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് കയറി പോകാഞ്ഞവർ അല്ലെങ്കിൽ ഉദ്ദിഷ്ട ഫലങ്ങൾ ലഭിക്കാതിരുന്നവർക്ക് നല്ല ഒരു സമയമാണ്. പഠനം, തൊഴിൽ, ബിസിനസ് ഇവയ്ക്കായി അല്ലെങ്കിൽ വിദേശ യാത്രകൾ വേണ്ടി വരുന്ന സമയം ഇതൊക്കെ അവർക്ക് അനുകൂലമായി വരികയാണ്. 4-ാം ഭാവത്തിലെ കണ്ടകശനി മാറുന്നതിനാൽ മനക്ലേശത്തിൽ നിന്നും മോചനമുണ്ടാവും. മാതാവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഹിതകരമല്ലാത്ത ഭാവത്തിലായ വ്യാഴമാറ്റവും ഇടയ്ക്കുണ്ട്. വലിയ മുതൽ മുടക്കി സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതൊക്കെ ജൂൺ മാസത്തിൽ ഒഴിവാക്കുക. ലോട്ടറി ഭാഗ്യമുണ്ട്. ലോട്ടറി എടുത്താൽ ജന്മരാശിയുമായി ബന്ധപ്പെട്ട് അനിഴം നക്ഷത്രത്തിന് നിധിഭാഗ്യമുള്ള സമയമാണ്. 2025 ജൂണിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ഭാഗ്യം, അപ്രതീക്ഷിത ധനയോഗം നിങ്ങൾക്ക് വന്നു ചേരും. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളൊക്കെ മാറും. ചിലപ്പോൾ ധനലാഭം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്ന വഴി ആ പരിചയപ്പെടൽ മുഖേന നിങ്ങൾക്ക് നല്ലൊരു അവസരം അല്ലെങ്കിൽ നല്ലൊരു ജോലി അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ, കൂട്ട് ബിസിനസ്സുകൾ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. അതുപോലെ പിടിവാശികളൊക്കെ കളഞ്ഞ് മുന്നോട്ട് പോകണം. ശത്രുക്കളെ സൃഷ്ടിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ജൂൺ മാസം നിങ്ങൾക്ക് ഈ ഒരു നല്ല സമയത്തിലേക്ക് വരുന്ന ഒരു കാലമാണ്. സ്വതന്ത്രമായ സംരംഭങ്ങൾ തുടങ്ങാൻ വർഷത്തിന്റെ ആദ്യ പകുതി ഉത്തമമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ബന്ധുഗുണമൊക്കെ വർദ്ധിച്ചു വരുന്ന കാലമാണ്. ബന്ധുജന സഹായത്തോടെ തൊഴിൽ ലാഭം, വിവാഹ ലാഭം എന്നിവയൊക്കെ ഉണ്ടാകും. ആശ്രയിച്ചു നിൽക്കുന്നവരിൽ നിന്ന് മികച്ച പിന്തുണയും ഉണ്ടാകും. ജീവിത ദാമ്പത്യ സൗഖ്യം, മക്കളോടുള്ള സ്നേഹം, കുടുംബസേന, ക്ഷേത്ര ദർശനങ്ങൾ അല്ലെങ്കിൽ വിനോദയാത്രകൾ, ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ഗൃഹനിർമ്മാണമൊക്കെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന സമയമാണ് ജൂണിൽ. അതുപോലെ തന്നെ ആ ആഗ്രഹ സാഫല്യം നിങ്ങൾക്ക് വാഹനം വാങ്ങാനായാലും അല്ലെങ്കിൽ വസ്തു വാങ്ങാനായാലും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്ന അതൊക്കെ സാധിക്കും. പണി പൂർത്തിയാക്കിയ വീടുകൾ, ഫ്ളാറ്റുകൾ അല്ലെങ്കിൽ വാങ്ങുവാനുള്ള അവസരം വന്നു ചേരും. കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ലോട്ടറി മുഖേനയോ അല്ലെങ്കിൽ ഒരു നിധി ലഭിക്കുകയോ മുഖേനയോ മറ്റേതെങ്കിലും വഴിയോ നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരും. അവിവാഹിതർക്ക് വിവാഹം നടക്കുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉത്തമമായ സമയമാണ്. അനിഴം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ജോലി ലഭിക്കും. അതായത് നഴ്സിംഗ് ജോലിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ ശനിയുടെ ഒടുവിലത്തെ രാശിമാറ്റം വ്യക്തിത്വം വികസിക്കാനും മാനസികമായ പക്വത നേടാനും ഒക്കെ സഹായിക്കുന്ന സമയമാണ് ചെറുപ്പക്കാർക്ക്. അതുപോലെ സ്ത്രീകൾക്ക് നല്ല വിവാഹബന്ധം, പെൺകുട്ടികൾക്ക് ആഗ്രഹിച്ചിരുന്ന ജോലി ഇതൊക്കെ നേടാനുള്ള സമയമാണ്. മുതിർന്നവർക്ക് കുടുംബപരമായ സൗഖ്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം സമ്മിശ്ര ഫലങ്ങൾക്ക് കാരണമായേക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു കരുതലൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ഏറെ മോശമായ സമയങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി വന്നു. ഒരു 30 വയസ്സ്, 45 വയസ്സ്, 52 വയസ്സുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല നേട്ടമാണ്. അപ്രതീക്ഷിതമായ നേട്ടം. അധികാര കേന്ദ്രങ്ങളിൽ പോയി പല കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ കഴിയും. പുതിയ ജോലി തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. അതുപോലെ തന്നെ മുതിർന്നവരുടെ പിന്തുണ ലഭിക്കുന്ന ഒരു സമയമാണ്. പല കാരണങ്ങളാൽ ഇഴഞ്ഞു നീങ്ങിയ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് ശരിയായി വരും. കോൺട്രാക്ടർമാർ ആയി വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. സന്താനങ്ങൾ ഇല്ലാതിരുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാനും, അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളൊക്കെ വാങ്ങാൻ മോഹിച്ചു നടന്നവർക്ക് അത് സഫലമാകും. അതുപോലെ തന്നെ സ്വന്തം വീട് വിട്ട് കുറച്ച് ദൂരെയൊക്കെ താമസിക്കുന്ന ഒരു നാളാണ് അനിഴം നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ശത്രുക്കൾക്ക് മേലെ പോലും വിജയം വരിക്കുന്ന ആൾക്കാരാണ് അനിഴം നക്ഷത്രക്കാർ.
അതുപോലെ തന്നെ ഈ പറഞ്ഞ മെയ് അവസാനം ജൂൺ തുടക്കത്തോടുകൂടി അനിശ്ചിതത്വങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നല്ല സമയം വരും. മാനസിക ക്ലേശമൊക്കെ ഉണ്ടായിരുന്നു മാറി വരും. ദേഹസ്വക്കുറപ്പിനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു ഒക്കെ മാറി വരികയാണ്. അപ്പോൾ കരുതൽ വേണ്ടതുണ്ട്. കരുതലോടെ ജീവിച്ചാൽ നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ നല്ല ഒരു അവസരങ്ങളാണ്. വ്യാഴം, രാഹു എന്നീ ഗ്രഹങ്ങൾ സുസ്ഥാനങ്ങളിലേക്ക് മാറുന്നതിനാൽ ജീവിതത്തിന്റെ ഗതി ശോഭനമാവും. അവിവാഹിതർക്ക് നല്ലൊരു സമയമാണ്. നല്ല വിവാഹം നടക്കാൻ, നല്ല കുടുംബത്തിൽ ചെന്ന് കയറാൻ, സ്ത്രീ ആയാലും പുരുഷനായാലും നല്ല ബന്ധങ്ങൾ ഉണ്ടാവും. അതുപോലെ കർമ്മ ഗുണാഭിവൃദ്ധി, ധന അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. താൽക്കാലികമായിരുന്ന ജോലികളൊക്കെ സ്ഥിരപ്പെടും. അതുപോലെ സർക്കാർ ജോലിക്ക് അപേക്ഷിച്ചിരുന്നു ടെസ്റ്റ് എഴുതിയിരുന്നവർക്ക് അതിന്റെ സമയമായി വരികയാണ്. ജോലി ലഭിക്കാനുള്ള, വിദേശത്ത് പോകാനോ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകാനിരുന്നവർക്ക് നല്ലതാണ്. ഉപരിപഠനത്തിനായി പോകാൻ പറ്റുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കും നല്ല ഒരു സമയമാണ്. കുടുംബത്തോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാം. അതിൽ ഈ പറയുന്ന ശനിമാറ്റത്താൽ കണ്ടകശനി കാലമൊക്കെ മാറി വരുന്നതിനാൽ മെയ് കഴിഞ്ഞ അവസാനം ജൂൺ വരെ തുടക്കം നിങ്ങൾക്കൊരു നല്ല വ്യത്യാസം അറിയാൻ കഴിയും. വ്യാഴവും രാഹുവും അനുകൂല ഭാവങ്ങൾ എത്തും. അതുപോലെ ജൂൺ മാസം തൊട്ട് നേട്ടങ്ങൾ ആവർത്തിക്കും. പുതിയ തൊഴിൽ മേഖലയിൽ ശോഭിക്കുവാൻ കഴിയും. ബിസിനസ്സിൽ നിന്ന് വലിയ വരുമാനം ലഭിക്കും. വിദേശയാത്രകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന അഭിവൃദ്ധികൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഭവനം പഴയതാണെങ്കിൽ അത് പുതുക്കി പണിയാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. ഫാമിങ് അല്ലെങ്കിൽ മറ്റ് വളക്കച്ചവടം, അതുപോലെ തന്നെ മറ്റു പലവ്യഞ്ജന കടകളൊക്കെ നടത്തുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. നല്ല രീതിയിലൊക്കെ പണമിടപാടുകളൊക്കെ കൃത്യത പുലർത്തി പോകുന്ന സമയമാണ്. അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു സഹായം പ്രതീക്ഷിക്കാം. വർഷാരംഭം നേട്ടങ്ങളുടെ കാലമായിരുന്നു. പക്ഷെ അതിടയ്ക്ക് മാറി വന്നു. രാശിപ്രകാരം അനിഴ നക്ഷത്ര ദോഷങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി മകൾക്കും മകനുമൊക്കെ വിവാഹം നടക്കാതിരുന്നവർക്ക് സുഗമമായി വിവാഹം നടക്കും. അനിഴ നക്ഷത്രക്കാർക്ക് പലർക്കും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷമതകളൊക്കെ മാറി വരും. ഷെയർ, ഊഹക്കച്ചവടം എന്നിവയിൽ നിന്ന് ധനം ഒക്കെ ലഭിക്കുന്ന സമയമാണ്. സാമൂഹിക പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം നേടിയെത്തുകയും ചെയ്യും. അതുപോലെ ഔദ്യോഗികമായി കൊതിച്ച സ്ഥാനക്കയറ്റ പദവികളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് 2020 ജൂൺ മാസം. വ്യാപാര ബന്ധമൊക്കെ നടത്തുന്നവർക്ക് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനിരുന്ന് മുടങ്ങിക്കിടന്നതൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. പുതിയ വീട്ടിൽ താമസം തുടങ്ങാനും മകന്റെ പഠിപ്പ്, ജോലി, മകളുടെ വിവാഹം ഇവയൊക്കെ തടസ്സമില്ലാതെ മുന്നേറുന്ന ഒരു സമയം കൂടിയാണ് അനിഴ നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ഈ മെയ് അവസാനത്തോടുകൂടി ഏഴര ശനിക്കാലത്തിന്റെയും മറ്റുമൊക്കെ ആ ദോഷങ്ങളൊക്കെ അങ്ങോട്ട് മാറി പലതരം മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായി വരുന്ന സമയമാണ്. മാനസിക സൗഖ്യമുണ്ടാകും, സന്തോഷമുണ്ടാകും, ആരോഗ്യമുണ്ടാകും, അസുഖങ്ങളൊക്കെ കുറയും. അതുപോലെ പല ട്രീറ്റ്മെന്റുകളും നടത്തിക്കൊണ്ടിരുന്നിട്ടും ഒരു സ്വസ്ഥതയും കിട്ടാതിരുന്നവർക്ക് അതിൽ നിന്ന് വ്യത്യാസങ്ങൾ വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വർഷത്തിന്റെ പകുതി കഴിയുമ്പോൾ ജൂൺ തൊട്ട് തിളക്കം ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് അനിഴ നക്ഷത്രം. അതുപോലെ തന്നെ വ്യാഴം 6ലേക്കും രാഹു 4ലേക്കും മാറുന്നത് സമ്മർദ്ദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം. വലിയ മുതൽ മുടക്കുകളൊക്കെ മറ്റുള്ളവർക്ക് നൽകാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അസാധ്യമായെന്ന് കരുതുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് അനിഴ നക്ഷത്രക്കാർക്ക്. ഇപ്പോൾ ഉന്നത ബിരുദം കരസ്ഥമാക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. കുംഭക്കൂറുകാരൊക്കെ ആണെങ്കിൽ അധ്വാനത്തിലൂടെയും അതുപോലെ മകരക്കൂറുകാർക്കും ഒക്കെ നല്ല ഒരു ആരോഗ്യം പുഷ്ടിപ്പെടും. അപ്പോൾ ജൂൺ തൊട്ട് വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതാണ്. ഇതൊക്കെയാണ് അനിഴ നക്ഷത്രത്തിന്റെ പുതുതായി പറയാനുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു ജ്യോതിഷ പങ്ക്തിയുമായി വീണ്ടും എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.